വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവളാണ്. അപ്പൊ ഉപ്പുണ്ടോ മുളകുണ്ടോ രുചിയുണ്ടോ നോക്കണം. സാധേ നോമ്പിന് രുചി നോക്കാൻ പറ്റുമോ? അങ്ങനെ പേടിച്ചിട്ട് രുചിയൊന്നും നോക്കൂല. നോമ്പെറുക്കാൻ വന്നിരുന്ന് കറി പാർന്ന് നോക്കുമ്പോ അതിൽ ഉപ്പുമില്ല മുളകും ഇല്ല, വല്ലാത്തൊരിടങ്ങാറ്. അങ്ങനെ ആവരുത്. രുചി നോക്കൊരു കുഴപ്പമില്ല, കറാഹത്ത് പോലും ഇല്ല. രുചി നോക്ക, ഉപ്പുണ്ടോ മുളകുണ്ടോ നോക്ക. പക്ഷെ 5 കാര്യങ്ങൾ നോമ്പിനെ പൊളിച്ചു കളയും. അതിന്റെ കൂലിയെ പരിപൂർണമായും ബാത്തിലാകും. ഒരു ദോഷവും ആ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുകയില്ല. ഏതാണ് 5 കാര്യം? 3 തരത്തിലുള്ള നോമ്പുകളാണ് പൊതുവെ ആളുകൾ അനുഷ്ഠിക്കുന്നത്. ഏതാണത്? ഒന്ന് സൗമുൽ അവാം, പൊതുജനങ്ങളുടെ ഒരു നോമ്പ്, ഒരു നോർമൽ നോമ്പ്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വസൗമുൽ ഖവാസ്, പ്രത്യേകക്കാരുടെ നോമ്പ്. അതെങ്ങനെയെന്നും പറഞ്ഞുതരാം. പിന്നെ വസൗമു ഖവാസിൽ ഖവാസ്, ചില പ്രത്യേകക്കാരായ നിരന്തരം ഹൃദയം അല്ലാഹുവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ, അവരുടെ നോമ്പ്. ഇങ്ങനെ 3 തരത്തിലുള്ള നോമ്പുകളുണ്ട്. എന്നാൽ അമ്മാ സൗമുൽ അവാം, മൊത്തത്തിൽ പൊതുജനങ്ങളുടെ ഒരു നോമ്പുണ്ടല്ലോ, അതെങ്ങനെയാണെന്നറിയോ? അത് വഖഫുൽ ബത്നി വൽ ഫർജി അൻ ഖലാഇ ശഹ്വാ, വയറിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കൂല. പോലൊരു നോമ്പ് അങ്ങനെ ഇക്കാരം വയറിന്റെ ആഗ്രഹമുണ്ട്, ഭക്ഷണം വേണം വെള്ളം വേണം, അത് നിറവേറ്റി കൊടുക്കൂല. ഇതാണ് അവരുടെ നോമ്പ്. വൽ ഫർജി, ഗുഹ്യസ്ഥാനങ്ങൾ ജനനേന്ദ്രിയങ്ങൾ, അതിന്റെ ചില താല്പര്യങ്ങളുണ്ട് നോമ്പുകാരായി. ആ താല്പര്യങ്ങളും ഒരിക്കലും നടപ്പിലാക്കില്ല. ഇതാണ് പൊതുജനത്തിന്റെ ഒരു നോമ്പ്. അങ്ങനെ മാത്രമായാൽ പോരാ നമ്മളെ നോമ്പ്. നമ്മളിൽ പലരുടെയും ഒരു നോമ്പ് ഒന്നും തിന്നാതിരിക്കുക, ഒന്നും കുടിക്കാതിരിക്കുക, ഇത്രയേ ഉള്ളൂ പലരുടെയും നോമ്പ്. അതുകൊണ്ടൊന്നും അള്ളാന്റെ അടുക്കൽ നോമ്പ് സ്വീകരിക്കുന്ന ആരും വിചാരിക്കണ്ട. അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അള്ളാഹു എല്ലാം പാലിക്കുന്ന നോമ്പുകാരിൽ നമ്മളെ പെടുത്തി തരട്ടെ. എന്നാൽ പ്രത്യേകക്കാരുടെ നോമ്പ്, അല്ലാഹു സ്വീകരിക്കുന്ന നോമ്പ്, അത് ആ നോമ്പാണ് സൗമുസ്വാലിഹീൻ. അതാണ് സ്വാലിഹീങ്ങളുടെ നോമ്പ്. അതെന്താ? എല്ലാ അവയവങ്ങൾക്കും നോമ്പ് കൊടുക്കലാണ്. എല്ലാ അവയവങ്ങളെയും തിന്മകളെ തൊട്ട് തടഞ്ഞു നിർത്തലാണ്. ഫലാ യത്തിമ്മു ദാലിക ഇല്ലാ ബിമുദാവമതി 5 കാര്യങ്ങൾ കൃത്യമായി നിരന്തരമായി പാലിക്കാതെ ഈ നോമ്പ് ലഭ്യമല്ല. 5 കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധയുണ്ടാവണം. അപ്പോഴാണ് സ്വാലിഹീങ്ങളുടെ നോമ്പായി, സ്വീകരിക്കുന്ന നോമ്പായി നമ്മുടെ നോമ്പ് മാറുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാണ് 5 കാര്യം? അല്ലവ്വലു, ഒന്നാമത്തേത് ഗള്ളുൽ ബസരി അൻ കുല്ലി മാ യദുമ്മു ശർആ, ശറയിൽ ആക്ഷേപിക്കപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യത്തിലേക്ക് നോക്കാതിരിക്കലാണ്, അത് കാണാതിരിക്കലാണ്. അതായത് കണ്ണിന്റെ നോമ്പാണത്. ആ കാര്യം ശ്രദ്ധിക്കണം. മൊബൈലൊക്കെ സ്വതന്ത്രമായി കയ്യിൽ കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. ഓരോ വേണ്ടാത്തരങ്ങൾ ഇങ്ങനെ നമ്മളെ മൊബൈലിലേക്ക് വരികയാണ്, നമ്മളറിയാതെ നമ്മളെ ഡിസ്പ്ലേയിലേക്ക് വരികയാണ്. നമ്മൾ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പാടില്ലാത്തത് പലതും നമ്മുടെ മുന്നിൽ വരികയാണ്. ചിലപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ, വെറുതെ ഇങ്ങനെ കിടക്കുമ്പോൾ അതൊക്കെ കണ്ടുപോകും. ഫലത്തിൽ നോമ്പിന്റെ പൂർണ്ണത നഷ്ടപ്പെടും. അല്ലാഹു കാക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു കാക്കട്ടെ. ശ്രദ്ധിക്കണം. അതാണ് കണ്ണിന്റെ നോമ്പ്. വസ്സാനി, രണ്ടാമത്തേത് ഹിഫ്ളുൽ ലിസാൻ അനിൽ ഗീബതി വൽ കദിബി വൻ നമീമതി വൽ യമീനിൽ ഗമൂസ്. നാവിന് നോമ്പ് കൊടുക്കുക. അത് ഭക്ഷണത്തിന്റെ രുചി അറിയാതിരിക്കൽ മാത്രമല്ല, രുചി നോക്കിയെന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല, അത് നാവിന്റെ നോമ്പല്ല. ഭക്ഷണം ഉണ്ടാക്കണം, വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവളാണ്. അപ്പൊ ഉപ്പുണ്ടോ മുളകുണ്ടോ രുചിയുണ്ടോ നോക്കണം. സാധേ നോമ്പിന് രുചി നോക്കാൻ പറ്റുമോ?
അങ്ങനെ പേടിച്ചിട്ട് രുചിയൊന്നും നോക്കൂല. നോമ്പെറുക്കാൻ വന്നിരുന്ന് കറി പാർന്ന് നോക്കുമ്പോ അതിൽ ഉപ്പുമില്ല മുളകുമില്ല, വല്ലാത്തൊരിടങ്ങാറ്. അങ്ങനെ ആവരുത്. രുചി നോക്കൊരു കുഴപ്പമില്ല, കറാഹത്ത് പോലും ഇല്ല. രുചി നോക്ക, ഉപ്പുണ്ടോ മുളകുണ്ടോ നോക്ക, പക്ഷെ നോക്കിയിട്ട് കൂടാഞ്ഞാ മതി. അതെ, ഒന്ന് ഇറക്കി നോക്കട്ടെ എത്രത്തോളം ഉണ്ട്, അങ്ങനെ വിചാരിച്ചു പോകരുത്. നമ്മൾ രുചി നോക്കി ആണ്ട് തുപ്പിക്കളഞ്ഞു, യാതൊരു വിരോധമില്ല. പിന്നെ തുപ്പിയമ്മ പിന്നെയും തുപ്പി ആ ഒരു വസ്വാസിന്റെ തുപ്പലുണ്ടല്ലോ, അല്ലാന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കണം. പലർക്കും ഈ വിഷയത്തിലൊക്കെ വസ്വാസ, അതിന്റെ ആവശ്യമൊന്നുമില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. നിങ്ങൾക്ക് ഇടങ്ങാറുണ്ടാവണമെന്ന് അള്ളാഹു താല്പര്യപ്പെടുന്നേ ഇല്ല. നോമ്പിന്റെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്. ചില ആളുകൾ കാർക്കിച്ച് തുപ്പി അവർക്ക് നോമ്പിന്റെ പണി എന്താന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട അമൽ തുപ്പലാന്ന് തോന്നും പോലെ പണി കണ്ടാൽ. അള്ളാഹു കാക്കട്ടെ. അപ്പൊ രുചി നോക്കി ആണ്ട് തുപ്പിക്കളഞ്ഞു, പിന്നെ വസ്വാസമായിട്ട് കൂടണ്ട, പിന്നെ ആ വിഷയത്തിൽ വസ്വാസ് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഏതായാലും നാവിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണത്തിന്റെ രുചി നോക്കാതിരിക്കുക എന്നുള്ളതല്ല. പിന്നെയോ നാവിനെ നീ നിയന്ത്രിക്കലാണ്. അനിൽ ഗീബത്ത് വരാതെ ശ്രദ്ധിക്കണം. ഒരാളെ കുറിച്ച് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ പറയണ്ട, പറയുന്നത് കേൾക്കണ്ട. പറയണ്ടെന്ന് മാത്രല്ല, അതിനുശേഷം പറയുന്നുണ്ട് ചെവിയുടെ കാര്യം, അത് കേൾക്കുന്നതിനെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ. കളവ് അറിയാം, ആള് നോമ്പ് അറിയാ, പക്ഷെ എന്ത് ചെയ്യാ, നോണ പറയാ, നോമ്പ് പൂർണ്ണമാവില്ല. ആരാന്റെ ഏഷണി പറയുക, അതിന്റെ കൂടെ കൂടി കൊടുക്കുക പാടില്ലാത്തതാണ്. കള്ളസത്യം ചെയ്യുക. ഒരു നുണ പറഞ്ഞിട്ട് വല്ലാഹി പറയാം, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ലിമാ റവാ അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ. ഇതൊക്കെ ഗൗരവമായി പറയാനുള്ള കാരണം ഇതാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഖംസത്തു അശ്യാ തഹ്ബിതു സൗമ. 5 കാര്യങ്ങൾ നോമ്പിനെ പൊളിച്ചു കളയും. 5 കാര്യങ്ങൾ നോമ്പിനെ പൊളിച്ചു കളയും. അതിന്റെ കൂലിയെ പരിപൂർണമായും ബാത്തിലാകും. ഒരു ദോഷവും ആ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുകയില്ല. ഏതാണ് 5 കാര്യം? മൽകദിബു, കളവാണ്, വൽ ഗീബത്തു, കുറ്റം പറയലാണ്, വൽ നമീമത്തു, ഏഷണിപ്പണിയാണ്, വൽ യമീനുൽ ഗമൂസ്, കള്ളസത്യം ചെയ്യലാണ്, വൻ നളറു ബിശഹ്വാ, വൈകാരിക താല്പര്യത്തോടെയുള്ള നോട്ടങ്ങളാണ്. ഇതൊന്നും പാടില്ല. പടച്ചോനെ റബ്ബേ, നീ ഞങ്ങളെ നോമ്പ് സ്വീകരിക്കുന്ന നോമ്പാക്കി തരണേ അല്ലാഹ്. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നാവിനെ നിയന്ത്രിക്കണം, കണ്ണിനെ നിയന്ത്രിക്കണം. പിന്നെയോ വസ്സാലിസു കഫുൽ ഉദ്നി അൻ ഇസ്തിഅമായി കുല്ലി മക്റൂഹ്. എല്ലാ തിന്മകൾ കേൾക്കുന്നതിൽ നിന്നും ചെവിയെ നിയന്ത്രിക്കണം. നോമ്പുകാരനായിട്ട് അങ്ങനെ കിടക്കുകയാണ്, നല്ല ക്ഷീണുണ്ട്. അപ്പൊ എന്ത് ചെയ്തെന്നറിയോ? നല്ലൊരു പാട്ട് കേട്ടു. ഏത് പാട്ട്? ഹലാലായ പാട്ടൊന്നുമല്ല, നല്ല സിനിമാ പാട്ടാണ്, മ്യൂസിക്കുള്ള പാട്ടാണ്, നല്ല ഡാൻസും കളിയും ഉണ്ട്. അല്ലെങ്കിൽ നല്ല സീരിയൽ കണ്ടിരിക്കുകയാണ്, സിനിമ കണ്ടിരിക്കുകയാണ്, കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേട്ടു. പ്രഭാഷണം കേട്ടു നോക്കുമ്പോൾ ആരാന്റെ പച്ചർച്ചി തിന്നുന്ന പ്രഭാഷണമാണ്. അങ്ങനെ പല പ്രഭാഷണങ്ങളും ഇന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചില പ്രഭാഷണ തൊഴിലാളികളുടെ പണി എന്താന്ന് ചോദിച്ചാൽ, അവരുടെ പ്രസംഗം കണ്ട് പരിശോധിച്ച് നോക്കിയാൽ അത് രാഷ്ട്രീയത്തിലുമുണ്ട്, കുറഞ്ഞ തോതിൽ മതമേഖലയിലുമുണ്ട്. ആകെയുള്ള പണി എന്താ വെച്ചാൽ, പ്രസംഗിക്കാണ്ട് നിന്നാൽ പിന്നെ ഒടുക്കം വരെ ആരാന്റെ കുറ്റങ്ങൾ പറയാ, ഉള്ളതും ഇല്ലാത്തതും പറയാ. ഉള്ളതാണെങ്കിൽ തന്നെ ഗീബത്താണ്. പൊതുജന നന്മക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയാവുന്നതാണ്. 6 സ്ഥലത്ത് ഗീബത്ത് ഹലാലാണ്, 6 സ്ഥലത്ത് ഗീബത്ത് ഹലാലാണ്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെങ്കിൽ നോ പ്രോബ്ലം, പറയാവുന്നതാണ്. ഇത് ഇവന്റെ തൊഴിലെന്നതാണ്. ആരാന്റെ കുറ്റം പറഞ്ഞു നടക്കുക. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പലതും നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കണം, നഷ്ടപ്പെടുന്നത് നമ്മുടെ നോമ്പായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നോമ്പിൽ നിബന്ധനയാക്കിയ ഒരു ഘടകം നമ്മളെ ചെവിയെ സൂക്ഷിക്കണം എന്നാണ്. കൂടെ ഒരുത്തം വന്നിരുന്നു, ഏതോ ഒരാളെ വിഷയം എടുത്തിട്ടു.
അയാളെ കുറിച്ച് കുറേ പറഞ്ഞു, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അയാൾ അങ്ങനെ സ്വഭാവമുണ്ട്, ഇങ്ങനെ സ്വഭാവമുണ്ട്, അങ്ങനെ കേട്ടെടുത്ത് കുറച്ച് അങ്ങോട്ട് കൂടി പറഞ്ഞു കൊടുത്തു. വിഷപ്പൊക്കെ നമ്മൾ നല്ലോണം സഹിക്കുന്നുണ്ട്. പക്ഷെ എന്താ ഉണ്ടായിന്ന് വെച്ചാൽ ആരാന്റെ പച്ചർച്ച കൊണ്ട് വയറ് നിറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. റസൂലുള്ളാഹിന്റെ കാലത്ത് 2 പെണ്ണുങ്ങൾ നോമ്പ് പോറ്റ കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? 2 പെണ്ണുങ്ങളെ കൊണ്ടുവന്നു നോമ്പ് പോറ്റിട്ട്. അവരുടെ വയറിനൊക്കെ വല്ലാത്ത അസ്വസ്ഥത, വല്ലാത്ത ഇടങ്ങാറ്. റസൂലുള്ളാഹി ഒരു കോപ്പ കൊണ്ടുവരാൻ പറഞ്ഞു, ഒരു തലി കൊണ്ടുവരാൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളാ തൊണ്ടയിൽ കൈയിട്ടൊന്ന് ഛർദ്ദിച്ചാൽ. ഛർദ്ദിച്ചു. 2 പെണ്ണും ഛർദ്ദിച്ചു. നോക്കുമ്പോൾ കുറേ രക്തവും മാംസ കഷ്ണങ്ങളും. അല്ലാണ്ട് റസൂൽ പറഞ്ഞു, നിങ്ങൾ നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്, നിങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് 2 ഇരുന്നിട്ടുള്ള പണി എന്തായിരുന്നു? ആരാന്റെ കുറ്റം പറഞ്ഞ് ആരാന്റെ പച്ചർച്ച തിന്നുന്ന പണിയാണ്. ഇത് അള്ളാഹുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒരു ദൃഷ്ടാന്തമുണ്ടാക്കിയതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. മാദല്ലാ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അമീൻ പറഞ്ഞേക്ക്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ ആരാന്റെ കുറ്റവും കുറവും പറഞ്ഞ് ആരാന്റെ ഹക്കുകൾ തിന്മകൾ ഏറ്റെടുത്ത് നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥയെ തൊട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, എല്ലാ തിന്മകളും കേൾക്കുന്നതിൽ നിന്ന് ചെവിയെ നിയന്ത്രിക്കലാണ്. 4-ാമത്തേത് കഫു ജമീഇൽ അഅ്ളാഇ അനിൽ മകാരിഹി, എല്ലാ അവയവങ്ങളെയും അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത എല്ലാത്തിനെ തൊട്ടും കടിഞ്ഞാണിടണം, നിയന്ത്രിക്കണം. ഇതൊക്കെ നോമ്പിന്റെ നിബന്ധനയാണ്. വൽ ഖാമിസു, 5-ാമത്തേത്, ഇതൊക്കെ വിശദമായി പറയേണ്ടതാണ്. വൽ ഖാമിസു, 5-ാമത്തേത്, ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഫലം കിട്ടൂല. നമുക്ക് ചെവി നിയന്ത്രിക്കാൻ സൗകര്യമല്ല, നമുക്ക് കണ്ണിനെ നിയന്ത്രിക്കാൻ സൗകര്യമല്ല, നാവിനെ നിയന്ത്രിക്കാൻ സൗകര്യമല്ല. അല്ലാത്ത നിലക്ക് 96 നോമ്പും നോറ്റോളാ, അതിന് കുഴപ്പമൊന്നും. പട്ടിണി നടന്നോളാ, ഭക്ഷണത്തോട് താല്പര്യമല്ല, പട്ടിണി നടന്നോളാ. കുറ്റം കുറവും പറയും, ഇഷ്ടമുള്ളതൊക്കെ കാണും, ഇഷ്ടമുള്ളടത്തൊക്കെ പോവും, ഇഷ്ടമുള്ളതൊക്കെ കേൾക്കും, ഇഷ്ടമുള്ളതൊക്കെ കേൾപ്പിക്കും. കാര്യല്ല. ഹബീബ് പറഞ്ഞതിങ്ങനെയാണ്, കമ്മിൻ സായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ് റബ്ബേ, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വല്ലത്ശ്, ആ നോമ്പ് കൊണ്ട് ദാഹവും വിശപ്പുമല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭിക്കുന്നില്ലല്ലോ. അങ്ങനെ എത്രയെത്ര നോമ്പുകാരാണെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. ഇനി വൽ ഖാമിസു, 5-ാമത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. 5-ാമത്തേത് അല്ലാ യസ്തക്സിറ മിനൽ ഹലാലി വഖ്തൽ ഇഫ്ത്വാരി ബിഹൈസു യംലഉ ബത്നഹു, നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നായിട്ട് വാരി വലിച്ച് തിന്ന് പരിധിക്കപ്പുറം വയറ് നിറക്കാതിരിക്കലാണ്. ആ 5 നിബന്ധനകളിൽ ഒന്നാണ് ഈ പറഞ്ഞത്. പലരും മനസ്സിലാക്കിയൊരു സംഗതി, റമളാൻ മാസം എന്ന് പറഞ്ഞാൽ പകല് പട്ടിണി കിടക്കാനും രാത്രി മൊത്തം തിന്നാനുള്ള മാസം. ഫുള്ള് തീറ്റന്നെ പണി. അതിനെന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കണോ അതൊക്കെ ഉണ്ടാക്കും. എത്ര അടിച്ചു കയറ്റാൻ പറ്റുമോ അത്രയും അടിച്ചു കയറ്റും. പിന്നെ തറാവീഹൊക്കെ നിസ്കരിക്കുന്നത് ഒരു നിസ്കാരം തന്നെയാണ്. പടച്ചോനെ ശ്രദ്ധിക്കണം.